വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എവിടെ പോയതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവിടെയാണ് എന്റെ കപ്പൽ പോണത്. ഈ VLCC 340 മീറ്ററുള്ള ഈ VLCC ക്രൂഡ് ഓയിൽ ടാങ്കർ ഞങ്ങൾ നടക്കാൻ പോയേണ്ട 2 ദിവസം മുമ്പാണ് 24 പേരിറങ്ങണ കപ്പലിൽ US-ഉം ഇറാനും കൂടി മാറി മാറിയാണ് അവര് മിസൈലും ഡ്രോണൊക്കെ ഇടുന്നത്. അതിൽ 3 സീഫെയറേഴ്സ് മിനിയാന്ന് മരിച്ചു. അതിന്റെ ന്യൂസാണ് മൊത്തം. എന്നിട്ടും ഞാനും ഞങ്ങളുടെ ക്രൂവും ആ സമ്മതപത്രത്തിൽ ഹോർമൂസിന്റെ അടുത്തേക്ക് പോകാനുള്ള സമ്മതപത്രത്തിൽ സൈൻ ചെയ്യേണ്ടി വന്നു. അത് ചെയ്തേ പറ്റുള്ളൂ. കലുഷിതമാണ് പശ്ചിമേഷ്യ. ഒരാഴ്ചക്കിടെ ഹോർമുസ് കടലിടുക്കിന് സമീപം 3 കപ്പലുകളാണ് ആക്രമണത്തിനിരയായത്. ഇതിൽ നിരവധി ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. US മിസൈൽ പതിച്ച ഒരു കപ്പലിലെ ജീവനക്കാരായിരുന്ന 3 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമാകുന്ന ദൗർഭാഗ്യകരമായ സംഭവമുണ്ടായി. ആക്രമണമേൽക്കുന്ന കപ്പലിലെ ജീവനക്കാരുടെ സുരക്ഷയ്ക്കായുള്ള ആശങ്കകൾ തുടരുകയാണ്. ഇതിനിടെയാണ് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ വിച്ചു സെയിലർ ഹോർമുസിലേക്കുള്ള യാത്രയിൽ തന്റെ പുതിയ വീഡിയോ പങ്കുവച്ചത്. കപ്പൽ ജീവിതത്തിലെ അനുഭവങ്ങൾ മലയാളികൾക്കായി സ്ഥിരമായി പങ്കുവയ്ക്കുന്ന വിച്ചു ഇത്തവണ ആശങ്ക മറച്ചുവെക്കുന്നില്ല. തങ്ങൾ ഹോർമുസിന് സമീപത്തേക്ക് ക്രൂഡ് ഓയിൽ ലോഡ് ചെയ്യാനായി പോകുകയാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിരവധി ആക്രമണങ്ങളും അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്നും വിച്ചു വീഡിയോയിൽ പറയുന്നു. ഇതെന്റെ അവസാനത്തെ വീഡിയോ ആകരുതേ എന്ന വാക്കുകളോടെയാണ് വിച്ചു തന്റെ ആശങ്ക പങ്കുവെക്കുന്നത്. വിച്ചുവിന്റെ വീഡിയോ കാണാം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത വീഡിയോ ഇനി ഉണ്ടാവോ ഇല്ലേന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾ ഹോർമൂസിന്റെ അടുത്തേക്ക് പോയാണ്. ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ചയായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എവിടെ പോയതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവിടെയാണ് എന്റെ കപ്പൽ പോണത്. ഇന്നലെ ഞാൻ വില്ലിംഗ് ടു ഗോ ടു നിയർ ബൈ ഹോർമൂസിന്റെ ആ ഒരു സമ്മതപത്രം ഞാൻ ഇന്നലെ എഴുതി കൊടുത്തു. ഞാൻ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും കൂടി. ഈ VLCC 340 മീറ്ററുള്ള ഈ VLCC ക്രൂഡ് ഓയിൽ ടാങ്കർ ഞങ്ങൾ നടക്കാൻ പോയേണ്ട 2 ദിവസം മുമ്പാണ് 24 പേരിറങ്ങണ കപ്പലിൽ US-ഉം ഇറാനും കൂടി മാറി മാറിയാണ് അവര് മിസൈലും ഡ്രോണൊക്കെ ഇടുന്നത്. അതിൽ 3 സീഫെയറേഴ്സ് മിനിയാന്ന് മരിച്ചു. അതിന്റെ ന്യൂസാണ് മൊത്തം. എന്നിട്ടും ഞാനും ഞങ്ങളുടെ ക്രൂവും ആ സമ്മതപത്രത്തിൽ ഹോർമൂസിന്റെ അടുത്തേക്ക് പോകാനുള്ള സമ്മതപത്രത്തിൽ സൈൻ ചെയ്യേണ്ടി വന്നു. അത് ചെയ്തേ പറ്റുള്ളൂ. ശരിയാണ്, എക്സ്ട്രാ പൈസ ഡബിൾ പൈസ ഒക്കെ കിട്ടിയായിരിക്കും. പക്ഷെ ജീവൻ പണയം വെച്ചാണ് ഞങ്ങളെല്ലാരും ഹോർമൂസ് കിടക്കാൻ പോണത്. ആർക്ക് വേണ്ടി? ഇതുപോലെ ക്രൂഡ് ഓയിലും ഡീസലും പെട്രോളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ള സീമാന്മാര് കപ്പലിൽ ഇങ്ങനത്തെ റിസ്ക് എടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ ഗ്യാസിന്റെ ക്ഷാമമൊക്കെ വന്നില്ലേ, അതുപോലെ വരും ഞങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ. അപ്പൊ ഒരു മർച്ചന്റ് നേവിക്കാരനെ നാട്ടിൽ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്തില്ലെങ്കിലും പുച്ഛിക്കാണ്ടിരിക്കണം കേട്ടാ. ഞങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ഓരോരോ നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വലയേണ്ടി വരും. ഇപ്പോഴാണ് ശരിക്കും മർച്ചന്റ് നേവി ലൈഫ് ഒരു ത്രില്ലിംഗ് ആയത് എന്നെ സംബന്ധിച്ച്. അവിടെ എന്താ നടക്കണ കാണണമെന്നുണ്ട് ഉള്ളില്. പക്ഷെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ദൈവമേ ഇനി ഉറങ്ങാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ചിന്ത. ഓരോ നിമിഷവും എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇനി ഞങ്ങളുടെ ലൈഫിൽ എന്ത് നടക്കും, എന്താണ് ഞങ്ങളെ ഹോർമൂസിന്റെ അടുത്ത് കാത്തിരിക്കണേ ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ എല്ലാവരും പ്രാർത്ഥന, എല്ലാവർക്കും എനിക്ക് മാത്രമല്ല കടലിൽ വരയ്ക്കണ എല്ലാ സീഫറേഴ്സിനും വേണം. ഇനി അടുത്ത വീഡിയോ വന്നാല് ഞാൻ അവിടുത്തെ എക്സ്പീരിയൻസ് എല്ലാം എന്ത് നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കറക്റ്റായിട്ട്. അപ്പൊ ഒന്നും വരില്ലെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ ഹോർമൂസിലോട്ട് പോയാണ് പ്രാർത്ഥിക്കണം. അപ്പൊ അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റണേന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നോക്കാം. ഇരൊക്കെ പറയുമ്പോ നല്ല കോൺഫിഡന്റോടെയാണ് ഞാൻ പറയണത്. പക്ഷേ ഉള്ളിൽ നല്ല പേടിയുണ്ട് വെച്ചാൽ. നെഞ്ച് പിരിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഖത്തറിലും UAE-ലൊക്കെ എന്തെങ്കിലും മിസൈൽ അറ്റാക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാലും നിങ്ങൾക്ക് ഓടിയെങ്കിലും രക്ഷപ്പെടാം. പക്ഷെ ഞങ്ങൾ ഓടിയാൽ എവിടെ ഓടാനാണ്? വെള്ളത്തിൽ ചാടാനാ. വെള്ളത്തിൽ ചാടിയാൽ സ്രാഗ് അടിക്കും, കപ്പലിൽ നിന്നാല് ചാവേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ. അപ്പൊ മർച്ചന്റ് നേവി കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പിള്ളേരോടും ജൂനിയേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ആദ്യമൊക്കെ തുടക്കത്തിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു പ്രാവശ്യം ഇന്നായി കഴിഞ്ഞാല് ഭയങ്കര ത്രില്ല. അപ്പൊ നിങ്ങൾ ഈ അടിപൊളി രാജ്യങ്ങളൊക്കെ ഇറങ്ങി നടക്കുന്നതും നല്ല ലൈഫ് സ്റ്റൈലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയാണ് റിയൽ അഡ്വഞ്ചറും ആ ഒരു റിസ്കും കാര്യങ്ങളൊക്കെ ഇനിയാണ് കാണാൻ പോണത്. ഞങ്ങൾ ഈ റിസ്ക് എടുത്തിട്ട് ഞങ്ങൾ പോവില്ല എന്ന് എല്ലാ സീഫെയറേഴ്സും കൂടി പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകം സ്തംഭിച്ചു പോവും. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പൊ മർച്ചന്റ് നേവി എന്ന് പറഞ്ഞാല് കുട്ടിക്കളിയല്ല, ഒരു നിസ്സാര ജോബുമല്ല. അപ്പൊ 4 ദിവസം മുമ്പ് മരിച്ചുപോയ 3 സീഫെയറേഴ്സിന്റെ ആത്മാവിനെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാണ് ഹോർമൂസിലേക്ക്. 12 കൊല്ലം കപ്പലിൽ സേഫായിട്ട് വർക്ക് ചെയ്ത് ഇനി മരിക്കണവരെ ഈ കടലിൽ തന്നെ ഈ കപ്പലിൽ തന്നെ സേഫായിട്ട് തന്നെ സെയിൽ ചെയ്ത് പോണെന്നാണ് എന്റെ ആഗ്രഹം. ഇനിയും കുറെ രാജ്യങ്ങൾ കാണാനുണ്ട്. ഇനി പുതിയ
പുതിയ കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പൊ ഇനി ഏത് രാജ്യത്തേക്കാണ് ഈ ഹോർമൂസിന്റെ അവിടെ നിന്ന് ലോഡ് ചെയ്തിട്ട് ഞങ്ങൾ പോവാന്ന് ഞാൻ അറിയില്ല. സ്റ്റേ ട്യൂൺ. പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും, ഉറപ്പ് തരുന്നു. ഞങ്ങൾക്ക് ഒന്നും പറ്റൂല, നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എന്ന് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പൊ സ്റ്റേ ട്യൂൺ.